ഗുരുസ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത ശങ്കരഭാഷ്യം ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ഒന്ന്, ശാസ്ത്രജ്ഞാനമില്ലാതെ കേവലം മന്ത്രജപം കൊണ്ട് മാത്രം സാക്ഷാത്കാരം ലഭിക്കില്ലേ എന്നാണിത്. ആദ്യത്തെ ദിവസത്തെ ക്ലാസിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ശാസ്ത്രജ്ഞാനമില്ലാതെ, ഈ ശാസ്ത്രജ്ഞാനത്തെക്കുറിച്ച് ഒരു ദിവസം മുഴുവൻ 1.5 മണിക്കൂർ പറഞ്ഞിട്ടും അതെന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. അപ്പൊ ശാസ്ത്രജ്ഞാനം, ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരുപദേശമാണ്. അപ്പൊ ഗുരുപദേശമില്ലാതെ മന്ത്രം ജപിച്ചാൽ ഗുരുവിന്റെ സഹായം വേണ്ട, അല്ലാതെ സ്വയം ഗുരുവായി സാക്ഷാത്കാരം നേടാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അത് ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരുപദേശമാണ്. മന്ത്രജപം വേണമെങ്കിൽ ഒരു ഗുരുപദേശം വേണമല്ലോ. സ്വാഭാവികമായിട്ടും ആ ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ താല്പര്യം ചോദ്യകർത്താവിന് ഇനിയും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കാം, അത് ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരുപദേശമാണ്. മന്ത്രജപത്തിനും അത് ആവശ്യമാണ്. മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ലഭിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗുരുപദേശം ഉണ്ടെങ്കിൽ സാക്ഷാത്കാരം ഉണ്ടാകും. അല്ല, ഇനി ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റു സാധനങ്ങളൊന്നും കൂടാതെ സാക്ഷാത്കാരം ഒരാൾക്കുണ്ടാകാമോ? ഈ ജന്മത്തിലും ഉണ്ടാകാം. ആകാശ ഫലപാതവത് ഇവിടെ പറയുന്നു. ബോസ്മൻ സരസ്വതിയുടെ വ്യാഖ്യാനത്തിൽ പറയും, ആകാശത്തിൽ നിന്നും ഒരു ഫലം താഴേക്ക് വീഴുന്നു. യാദൃശ്യമായിട്ട് ഒരാൾക്ക് കിട്ടുന്നു, അയാൾ ആ ഫലം എടുത്ത് കഴിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഒരു മരത്തിന് ചവിട്ടി ചെല്ലുന്നു, അയാൾ ആ മരത്തിൽ കയറി അതിൽ നിന്നൊരു ഫലം പറിക്കാതെ ആ മരത്തിൽ നിന്നൊരു ഫലം താഴേക്ക് വീഴുന്നു, അയാൾക്ക് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ സാധനങ്ങളൊന്നും കൂടാതെ പൂർവ്വജന്മങ്ങളുടെ സാധനങ്ങളുടെ ഫലമായിട്ട് ഒരാൾക്ക് സാക്ഷാത്കാരം ലഭിക്കാം. അത് സംഭവിക്കാം. എന്തായാലും അവിടെയും ശാസ്ത്രജ്ഞാനം കാരണമായിരിക്കും. ഗുരുപദേശം എവിടെയെങ്കിലും സംഭവിച്ചിരിക്കണം. ഈ ജന്മത്തിലല്ലെങ്കിൽ പൂർവ്വജന്മങ്ങൾ. ഈ ജന്മത്തിൽ ഒരാൾക്ക് ഗുരുപദേശം കൂടാതെയും സംഭവിക്കാം. ഈ പറഞ്ഞതുപോലെ ആകാശ ഫലപാതവത് യാദൃച്ഛികമായി സംഭവിക്കുമ്പോൾ. പക്ഷെ അതിന് പൂർവ്വജന്മങ്ങളുടെ ഗുരുപദേശം ആവശ്യമാണ്. അതുകൂടാതെ സാക്ഷാത്കാരം സാധ്യമല്ല. അദ്വൈത സിദ്ധാന്തമനുസരിച്ചാണെങ്കിൽ നിർബന്ധമായും വേദാന്തവാക്യ ശ്രവണം, അതുകൊണ്ട് ഏകത്വം ജ്ഞാനം സംഭവിക്കത്തുള്ളൂ എന്നാണ്. ആ ജ്ഞാനം കൊണ്ട് മാത്രമേ, ആ ജ്ഞാനത്തെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്, മോക്ഷം സംഭവിക്കത്തുള്ളൂ. അതും മനസ്സിലാവും. സാക്ഷാത്കാരം, സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സാധാരണ അർത്ഥം ചിന്തിക്കാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സാക്ഷാത്കാരം. സാക്ഷാത്കരിക്കുക. സാക്ഷാത്കാരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അനുഭൂതി, ജ്ഞാനം എന്നാണ് സാക്ഷാത്കാരത്തിന്റെ അർത്ഥം. ശബ്ദത്തിന്റെ അർത്ഥം തന്നെ, മോക്ഷം എന്നല്ല. അപ്പൊ സാക്ഷാത്കാരം കൊണ്ട് മോക്ഷം, ജ്ഞാനം കൊണ്ട് മോക്ഷം. ഈശ്വര സാക്ഷാത്കാരം എന്ന് വെച്ചാൽ ഈശ്വര അനുഭൂതി. അനുഭൂതി അയാളെ മുക്തനാക്കുന്നു. മോക്ഷത്തിന് കാരണമായിട്ടാണ് ജ്ഞാനത്തെ പറയുന്നത്. അപരോക്ഷ സാക്ഷാത്കാരം എന്നും മറ്റും പറയും. അപ്പൊ അതിന് ശാസ്ത്രജ്ഞാനമാകുന്ന ഗുരുപദേശം ഈ വർത്തമാന ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. എന്നാലേ മോക്ഷം
സാക്ഷാത്കാരവും മോക്ഷവും സിദ്ധിക്കത്തുള്ളൂ. ഇനി ഇതിന് വേറെ തരത്തിൽ ഈ ചോദ്യത്തിന് എടുക്കാം. പല സാധനാമാർഗങ്ങളിൽ ഉള്ളതുപോലെ കേവലമായ മന്ത്രജപം, ഗുരുവിൽ നിന്ന് ഏതെങ്കിലും ഒരു മന്ത്രത്തെ ജപിച്ച് അതിനെ അനുഷ്ഠിക്കുക. അത്തരം മന്ത്രജപം കൊണ്ട് സാക്ഷാത്കാരം ഉണ്ടാകുമെന്നാണ്. തീർച്ചയായിട്ടും അത്തരം ജപധ്യാനം എല്ലാം സാക്ഷാത്കാരത്തിന്, തത്വജ്ഞാനത്തിന് കാരണമായി ഇവിടെ ഗീതയിലും പറയുന്നുണ്ട്, എത്രയോ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ജപധ്യാനാദികം ഹരേ, ഹരിയുടെ ജപധ്യാനാദികം ഇവിടെ പറയും. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ജപധ്യാനാദികം അത് മോക്ഷത്തിന് കാരണമായിത്തീരുന്നു. ജപധ്യാനാദികം എങ്ങനെ മോക്ഷത്തിന് കാരണമായിത്തീരുന്നു? രണ്ടു തരത്തിൽ. ജപം ഈശ്വരപ്രസാദത്തിന് കാരണമായിത്തീരുന്നു, വിഘ്നങ്ങളെല്ലാം നശിക്കുന്നു. അദ്വൈത മതമനുസരിച്ച് അവിടെ ഈ ജ്ഞാനപ്രാപ്തി കാരണമാണ് മോക്ഷത്തിന്. മന്ത്രജപം കൊണ്ട് സിദ്ധിക്കുന്നത് എന്താണ്? ഈശ്വര അനുഗ്രഹം, ഈശ്വരപ്രസാദം, അത് കിട്ടുന്നു. തത്വജ്ഞാനം ഉണ്ടാകുന്നു, മോക്ഷം സംഭവിക്കുന്നു. അപ്പൊ അതിന് മുഖ്യ കാരണമായി അവിടെ സ്വീകരിച്ചിരിക്കുന്നത് തത്വജ്ഞാനത്തെ, സാക്ഷാത്കാരത്തെയാണ്. ആ സാക്ഷാത്കാരത്തിന് വേദാന്തവാക്യശ്രവണം അത് വേണം. ഗുരു ഉപദേശ രൂപത്തിൽ വേദാന്തവാക്യശ്രവണം വേണമെന്നാണ് അദ്വൈത മതം. അതുകൊണ്ട് മന്ത്രജപം കൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ മന്ത്രജപം കൊണ്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നു. അങ്ങനെ ഗുരു ഉപസത്തി, സദ്ഗുരു ലാഭം ഉണ്ടാകുന്നു, ഗുരു ഉപദേശം ഉണ്ടാകുന്നു, സാക്ഷാത്കാരം ഉണ്ടാകുന്നു, മോക്ഷം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇതൊന്നും വ്യർത്ഥമല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ഗുരു ഉപദേശമാണ്. ആ രീതിയിൽ എടുക്കണം. അവിടെ ചോദിക്കുന്നു, രണ്ടാമത്തെ ചോദ്യം, ഒരാൾ സംസാരിക്കുമ്പോൾ ആ ശബ്ദ തരംഗത്തോടൊപ്പം അയാളുടെ അന്ധകരണവും സഞ്ചരിക്കുന്നുണ്ടോ? അന്ധകരണത്തെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് അന്ധകരണം ശരീരത്തിൽ നിന്നും ബാഹ്യദേശത്തേക്ക് സദാ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. സദാ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രധാനമായും ചക്ഷുരേന്ദ്രിയത്തിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമായി അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ചക്ഷുരേന്ദ്രിയത്തിലൂടെയാണ്. പക്ഷെ ഇന്ദ്രിയങ്ങൾ, എല്ലാ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ആ വിഷയഗ്രഹണത്തിന് വിഷയം ബാഹ്യമാണ്. കേവലമായ ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയില്ല. അന്ധകരണത്തിന്റെ സഹായം വേണം. ഏത് ദേശത്ത് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു ആ ദേശത്ത് അന്ധകരണം ഉണ്ടായിരിക്കും. പക്ഷെ അന്ധകരണം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അന്ധകരണം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായിരിക്കുന്ന അന്ധകരണത്തിന് സഞ്ചരിക്കുന്നതിന് ക്രിയയുടെ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു വാഹനം സഞ്ചരിക്കുന്നു, അതിന് ചലനം അതാവശ്യമാണ്. അതിൽ ചലനം സംഭവിക്കണം, ക്രിയ സംഭവിക്കണം. സ്ഥൂലമായ വസ്തുക്കൾ അങ്ങനെ സഞ്ചരിക്കുന്നതിന്, ഒരു ദിശയിൽ നിന്ന് വേറെ ദിശയിലേക്ക് മാറുന്നതിന് ആ വസ്തുവിൽ ക്രിയ, കർമ്മം, ചലനം സംഭവിക്കുന്നു. അന്ധകരണം ചലിക്കുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത്യധിക സൂക്ഷ്മമായ തൈജസമായ ഒരു വസ്തു ആയതുകൊണ്ട് അത് സദാ വ്യാപിച്ചു തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതിൽ വാസ്തവത്തിൽ അതിൽ ക്രിയയുടെ, ചലനത്തിന്റെ ആവശ്യമില്ല. പിന്നെ അന്ധകരണത്തിന്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? അന്ധകരണം വിവിധ ആകാരങ്ങളെ പ്രാപിക്കുന്നു. അതിനാണ് അതിന്റെ ചലനം എന്ന് പറയുന്നത്.
വാസ്തവത്തിൽ അത് ചലനമല്ല, ഒരു വിഷയത്തിന്റെ ആകാരത്തിലേക്ക് അത് മാറുന്നു, പരിണമിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ പരിണമിക്കുമ്പോൾ ഒരു അന്ധകരണം ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അന്ധകരണം ആ വിഷയാകാരത്തിൽ പരിണമിച്ചിരിക്കും. ഓരോ ജീവനിലും അന്ധകരണം സ്ഥിതി ചെയ്യുന്നു. അത് സർവവ്യാപിയാണെങ്കിലും അതിന് ഒരു ജീവനെ ആശ്രയിച്ചിരിക്കുന്ന സ്ഥൂലമായ ശരീരം, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവ കൊണ്ടത് ഒരു ജീവനോട് ബന്ധപ്പെട്ട് അത് പരിച്ഛിന്നമായിരിക്കുകയാണ്. സർവവ്യാപിയായിരിക്കുന്ന ഒരു വസ്തു തന്നെ പരിച്ഛിന്നമായിരിക്കുന്നു. ഏതുപോലെ ആകാശം സർവവ്യാപിയായിരിക്കുന്നു, പക്ഷെ കുടത്തിന്റെ ഉള്ളിൽ അത് പരിച്ഛിന്നമായിരിക്കുന്നു. വാസ്തവത്തിൽ കുടത്തിന് അതിനെ പരിച്ഛിന്നമാക്കാൻ പറ്റത്തില്ല എന്നാണ് നമ്മൾ കുടവുമായി ബന്ധപ്പെടുത്തി അതിനെ പരിച്ഛിന്നമായി കണക്കാക്കുന്നു. അതുപോലെ സർവവ്യാപിയായിരിക്കുന്ന അന്ധകരണം ഓരോ ജീവനിലും ശരീരം, കരണം മുതലായ കൊണ്ട് അത് പരിച്ഛിന്നമായിരിക്കുന്നു. അങ്ങനെ പരിച്ഛിന്നമായിരിക്കുന്ന ഒരു അന്ധകരണത്തിൽ, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്, ആ അന്ധകരണം ഓരോ വ്യക്തിയുടെയും ഓരോ ജീവന്റെയും അന്ധകരണം ഒരേ കാലത്തിൽ തന്നെ പല വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, നാനാതരത്തിലുള്ള വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ അന്ധകരണം നാനാ വിഷയരൂപത്തിൽ സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, ബാഹ്യമായും ആന്തരികമായും. ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ അത് ബാഹ്യമായി പരിണമിക്കുന്നു, ആന്തരികമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ ആന്തരികമായി പരിണമിക്കുന്നു. ബാഹ്യവിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന് പുറമേ കാണുന്ന വിഷയങ്ങൾ. അപ്പോൾ അന്ധകരണത്തിന്റെ ബാഹ്യപരിണാമം സംഭവിക്കുന്നു. ഏതിന്ദ്രിയത്തിലൂടെ വിഷയത്തെ ഗ്രഹിച്ചാൽ. ആന്തരികമായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഉടൽ അന്ധകരണത്തിൽ വരുന്ന കാമ, ക്രോധ തുടങ്ങിയ വിഷയങ്ങൾ. അവിടെ അന്ധകരണാരൂപത്തിൽ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ ഈ അന്ധകരണത്തിന് വിഷയം ആത്മാവായിത്തീരുന്നത്, അപ്പോ അന്ധകരണം ആത്മാകാരത്തിൽ പരിണമിക്കുന്നു എന്ന് പറയുന്നു. ആത്മാവ് വാസ്തവത്തിൽ ഏകമാണ്. അപ്പോ അന്ധകരണം ആത്മാകാരത്തിൽ പരിണമിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ധകരണവും ഏകരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു, ഏകാകാരത്തിൽ പരിണമിച്ചിരിക്കുന്നു. അങ്ങനെ പരിണമിച്ചിരിക്കുന്ന അന്ധകരണം പരിണമിച്ചിരിക്കുന്ന ഒരു ജീവനിൽ നിന്നും ആത്മാകാരമായ അന്ധകരണ പരിണാമത്തോടുകൂടിയ ഒരു ജീവനിൽ നിന്നും വാക്യം, ആത്മവിഷയമായിട്ടുള്ള വാക്യങ്ങൾ വാഗിന്ദ്രിയത്തിലൂടെ ബാഹ്യമായി നിർഗമിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. ആ വാക്യത്തിന്റെ ശ്രോതാക്കളിലും തഥാകാരത്തിലുള്ള അന്ധകരണ പരിണാമം സംഭവിക്കാം. അപ്പൊ ആ പരിണാമത്തിനെയാണ് ഇവിടെ പറയുന്നത് സഞ്ചാരം എന്ന് പറയുന്നത്. അല്ലാതെ വസ്തുക്കളിലുള്ള ക്രിയയല്ല, ഏകാകാരത്തിൽ പരിണമിക്കുന്നു. അപ്പോൾ വക്താവിന്റെയും ശ്രോതാവിന്റെയും അന്ധകരണം ആത്മാകാരത്തിലായിത്തീരുന്നു. അതാണ് വാക്യശ്രവണം കൊണ്ട് തന്നെ ഒരാൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. മനന നിധിധ്യാസനങ്ങളൊന്നും ആവശ്യമില്ലാതെ അതിന് അന്ധകരണം വളരെ പരിപക്വമായിരിക്കണം. പരിപക്വമായ ഒരവസ്ഥയിൽ അത് സംഭവിക്കും. അതിനോട് ചോദിച്ചിരിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ ആ ശബ്ദ തരംഗത്തോടൊപ്പം അയാളുടെ അന്ധകരണവും സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് അതാണ്. അതായത് അന്ധകരണം ശബ്ദം ജീവനിൽ നിന്ന് പുറപ്പെടുന്നില്ല. പുറപ്പെടാത്ത സമയത്തും അന്ധകരണം
പലതരത്തിൽ പരിണമിക്കാം. പറയുമ്പോൾ ശബ്ദത്തിലൂടെ അത് പുറത്തു വരുമ്പോൾ മാത്രമേ അത് ശ്രോതാവിന് അറിയാൻ കഴിയുന്നുള്ളൂ. മറ്റേ വക്താവിന്റെ മനസ്സിൽ തന്നെ നിൽക്കുകയാണ്. ശ്രോതാവിന്റെ മനസ്സ് തഥാകാരത്തിൽ പരിണമിക്കുമ്പോൾ വാസ്തവത്തിൽ ഏകമായിരിക്കുന്ന അന്ധകരണം അവിടെ ഒന്നാവും, ശരിക്കും ഒന്നായിത്തീരുന്നു. രണ്ട് ശരീരങ്ങൾ കൊണ്ട് പരിച്ഛിന്നമായിരുന്ന അന്ധകരണം ഇപ്പോൾ ഏകമായിത്തീരുന്നു. അപ്പോൾ ഏക രൂപത്തിൽ ഉള്ള പരിണാമത്തെയാണ് ഒരു ജീവനിൽ നിന്നും അന്ധകരണം ബാഹ്യമായി മറ്റൊരു ജീവനിൽ പരിണമിക്കുന്നു എന്ന് പറയുന്നു. ഇതിന് തന്ത്രശാസ്ത്രങ്ങളും മറ്റും ശക്തിപാതം എന്നും മറ്റും പറയും. ഗുരു ശിഷ്യനിലേക്ക് ആത്മവിദ്യയെ സംക്രമിപ്പിക്കുന്നു എന്നും മറ്റും പറയും. ഇവിടെ ചോദിക്കുന്നു, ഗുരുപദേശത്താൽ റെക്കോർഡ് ചെയ്ത് റീപ്ലേ ചെയ്യുമ്പോൾ അവിടെ ഗുരുവിന്റെ ആത്മാകാരമായ മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ? അതായത് ഇപ്പൊ നമ്മൾ പുസ്തകം വായിക്കുന്നു. പുസ്തകം വായിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഗ്രന്ഥം വായിക്കുമ്പോൾ അവിടെയും വാസ്തവത്തിൽ അങ്ങനെയല്ല, ഗ്രന്ഥം അത് ഗുരുപദേശമാണ്. പക്ഷെ നമ്മൾ ശബ്ദരൂപത്തിൽ തന്നെ ശ്രവിക്കുന്നില്ല. മറിച്ച് ഗ്രന്ഥം എന്ന് പറയുന്നത് നമുക്ക് ലിപിയാണ് ഗ്രന്ഥം, സങ്കേതമാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതൊരു സങ്കേതമാണ്. പക്ഷെ ആ സങ്കേതത്തിന് ശബ്ദസ്മൃതിയെ, നമുക്ക് പരിചയമുള്ള ശബ്ദസ്മൃതിയെ ഉണർത്തുന്നതിനുള്ളൊരു ശേഷിയുണ്ട്. അപ്പൊ ഗ്രന്ഥത്തിലൂടെ നമ്മൾ ശബ്ദത്തെ സ്മരിക്കുകയാണ്. ആരുടെ ശബ്ദത്തെ? ഗുരുവിന്റെ ശബ്ദത്തെ. അപ്പൊ ഗുരുവിന്റെ ശബ്ദം ആ രൂപത്തിലല്ല, മറിച്ച് ആ ശ്രോതാവിന്റെ അല്ലെങ്കിൽ ഗ്രന്ഥത്തെ അധ്യയനം ചെയ്യുന്ന ആ വ്യക്തിയുടെ ശബ്ദമായിട്ടാണ് അവിടെ പ്രകടമാകുന്നത്. അവിടെ ഒരു വ്യത്യാസം വരുന്നു. ഗുരു പറഞ്ഞ ശബ്ദം, ഏതെങ്കിലും കാലത്തിൽ ഗുരു പറഞ്ഞ ശബ്ദം, ആ ശബ്ദം താത്കാലികമായി ആ ക്ഷണത്തിൽ തന്നെ അത് വിലയം പ്രാപിക്കുന്നു. വിലയം പ്രാപിച്ചു കഴിഞ്ഞാലും ആ ശബ്ദത്തിന്റെ സ്മാരകങ്ങളായ, ആ ശബ്ദത്തെ ഓർമ്മപ്പെടുത്തുന്ന ലിപികൾ അത് ശേഷിക്കുന്നു. അതാണ് നമ്മൾ ഗ്രന്ഥം എഴുതി വയ്ക്കുമ്പോൾ സംഭവിക്കുന്നത്. വീണ്ടും ആ ശബ്ദത്തെ ആ ലിപികൾ ഓർമ്മിപ്പിക്കുന്നു, സ്മരണയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതേ ശബ്ദത്തെ അല്ല, രണ്ടാമത് സ്മരണയിലേക്ക് വരുന്നത് ആ ശ്രോതാവിന്റെ ശബ്ദത്തിന്റെ രൂപത്തിലാണ്. മറ്റേ ശബ്ദം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ ശബ്ദത്തെ ആലേഖനം ചെയ്യുന്നു, പുതിയ രീതി അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ആലേഖനം ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഈ ശബ്ദത്തിന് പരിണാമം സംഭവിക്കുന്നു. ശബ്ദത്തിന് പരിണാമം സംഭവിക്കാതെ ആ ശബ്ദത്തെ രേഖപ്പെടുത്താൻ പറ്റത്തില്ല. യാന്ത്രികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു ശബ്ദത്തെ വീണ്ടും പ്രവർത്തിപ്പിക്കണമെങ്കിൽ വാസ്തവത്തിലുള്ള ശബ്ദത്തിന് മാറ്റം വരുത്തണം. അപ്പോൾ വാസ്തവത്തിലുള്ള ശബ്ദം അല്ല നമ്മൾ രണ്ടാമത് വീണ്ടും കേൾക്കുന്നു. കാരണം ശബ്ദത്തിന് വാസ്തവത്തിലുള്ള ശബ്ദത്തെ ഒരിക്കലും അതേ രൂപത്തിൽ വീണ്ടും ഗ്രഹിക്കാനോ വീണ്ടും പ്രവർത്തിപ്പിക്കാനോ കഴിയത്തില്ല. അപ്പൊ രണ്ടാമത് നമ്മൾ കേൾക്കുന്ന എന്താണ്? നമുക്കറിയാം, ശബ്ദഛായ എന്ന് പറയാം. ആ ശബ്ദത്തിന്റെ ഛായയാണ്, പരിണാമം വന്ന ശബ്ദമാണ്.
ഏതെങ്കിലും യാന്ത്രികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ ശബ്ദത്തിന് പരിണാമം ഉണ്ടാക്കി എന്നാൽ മറ്റൊരു തരത്തിൽ നമ്മളതിനെ സൂക്ഷിച്ചു വെച്ച് വീണ്ടും നമ്മളതിനെ കേൾക്കുന്നു. അപ്പോൾ വാസ്തവത്തിലുള്ള ശബ്ദമല്ല അത്. എന്നാലും അത് ശബ്ദത്തിന്റെ ഛായയാണ്, പ്രതിധ്വനിയാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ പ്രതിധ്വനിക്ക് എന്തായാലും വാസ്തവ ശബ്ദത്തിന്റെ ശേഷി, ശക്തി വരാനുള്ള സാധ്യതയില്ല. അതൊരിക്കലും വരത്തില്ല. എന്നാലും അതിന്റെ പ്രതിധ്വനി എന്നുള്ള നിലയ്ക്ക് അതിന്റെ ആ വാസ്തവ ശബ്ദത്തിന്റെ ചില ഗുണവിശേഷങ്ങൾ അതിൽ ഉണ്ടായിരിക്കുകയും ചെയ്യാം, ഉണ്ടാവേണ്ടതാണ്. അപ്പം നമ്മൾ രണ്ടാമത് കേൾക്കുന്ന ശബ്ദങ്ങൾ എല്ലാം എന്താണ്? അതിന്റെ പ്രതിധ്വനികളാണ്. എങ്ങനെയാണോ ഗ്രന്ഥം നമ്മളെ സഹായിക്കുന്നത് ശ്രവണമനനങ്ങൾക്ക്, അതേ രീതിയിൽ ഈ പ്രതിധ്വനിക്കും നമ്മളെ സഹായിക്കാൻ കഴിയും. അപ്പോ വാസ്തവത്തിലുള്ള ശബ്ദത്തിന്റെ ആ ശക്തി പ്രതിധ്വനിയിൽ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ആ ശബ്ദത്തിന്റെ ഗുണവിശേഷങ്ങൾ അവിടെ സംഭവിക്കാം. അപ്പോൾ ആത്മാകാരമായ മനസ്സിന്റെ സാന്നിധ്യം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ടാകുമെന്നാണ് ചോദ്യം. അപ്പോൾ ആത്മാകാരമായ മനസ്സിന്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആരാണോ ഇത് ശ്രവണം ചെയ്യുന്നത് ആ ശ്രവണം ചെയ്യുന്ന വ്യക്തിയിൽ ഗുരുപദേശം അത് ആ ക്ഷണത്തിൽ ആത്മാകാരമായ ഒരു പരിവർത്തനം ആ ശ്രോതാവിന്റെ അന്ധകരണത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിലും തദനുസാരിയായ സംസ്കാരത്തെ അന്ധകരണത്തിലുണ്ടാകും. തത്കാലം മനസ്സാരീതിയിൽ പരിണമിച്ചില്ലെങ്കിലും ആ ശബ്ദം ആ ശ്രോതാവിന്റെ യോഗ്യതയനുസരിച്ച് ആ അന്ധകരണത്തിൽ ചില പരിണാമങ്ങളുണ്ടാകും. തുടർന്നു വരുന്ന മനന നിധ്യാസനങ്ങളിലൂടെ ആ ശബ്ദം തന്നെ സാക്ഷാത്കാരത്തിന് കാരണമായിത്തീരും. ഇതാണ് അദ്വൈത സിദ്ധാന്തം. ഇത്തരം ഒരു പ്രക്രിയയ്ക്ക് വീണ്ടും നമ്മളിത് ആവർത്തിച്ച് ശ്രവണം ചെയ്യുമ്പോൾ, ഇത്തരം മാധ്യമങ്ങളിലൂടെ ഗ്രന്ഥത്തിലൂടെയോ അല്ലെങ്കിൽ ശബ്ദത്തിലൂടെയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ സംസ്കാരത്തെ ദൃഢപ്പെടുത്തുന്നതിനും സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നതിനും ഇത് കാരണമായിത്തീരും. അങ്ങനെ കാരണമായിത്തീരുമ്പോൾ തീർച്ചയായിട്ടും ആ ശബ്ദത്തിൽ ആദ്യ ഗുരുവിൽ നിന്ന് പുറപ്പെട്ട ശബ്ദത്തിലുണ്ടായിരുന്ന ആ ആത്മാകാര പരിണാമത്തിന്റെ ഛായ, നേരത്തെ പറഞ്ഞതുപോലെ അത് തുടർന്നുണ്ടായിരിക്കും ആ ശബ്ദങ്ങൾ ഛായാരൂപത്തിൽ. കാരണം രണ്ടാമത് വരുന്ന ശബ്ദം എന്ന് പറയുന്നത് അതിന്റെ പ്രതിച്ഛായയാണ്. അപ്പോൾ തീർച്ചയായും ആ പ്രതിച്ഛായയിൽ ഈ പറയുന്ന ആത്മാകാര മനസ്സിന്റെ ആ സാന്നിധ്യത്തിന്റെ പ്രതിച്ഛായ അത് തുടർന്നു വരുന്ന ശബ്ദങ്ങളിലും ഉണ്ടായിരിക്കും. പ്രകാശം അതിന്റെ പ്രതിബിംബം, അതുപോലെ ശബ്ദം അതിനും പ്രതിബിംബമുണ്ട്. അപ്പോൾ ആ ശബ്ദത്തിലുണ്ടാകുന്ന ആ ആത്മസാന്നിധ്യം അതിന്റെ യഥാർത്ഥ രൂപത്തിലല്ലെങ്കിലും അതിന്റെ പ്രതിച്ഛായയുടെ രൂപത്തിൽ തുടർന്നും വരും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ലിപി ശബ്ദത്തെ സ്മരിപ്പിക്കുമ്പോൾ ആ ശബ്ദം വാസ്തവത്തിൽ വക്താവിന്റെ ശബ്ദമല്ല, ശ്രോതാവിന്റെ ശബ്ദമാണ്. പക്ഷെ ആ ശബ്ദം എന്ന് പറയുന്നത് ഒരു വക്താവിൽ നിന്ന് ഈ പറയുന്ന വിധത്തിൽ ആത്മാകാരമായ മനസ്സിന്റെ പരിണാമ രൂപത്തിൽ വന്ന ശബ്ദമായതുകൊണ്ട് അതിന്റെ പ്രതിച്ഛായ ഈ ശ്രോതാവിന്റെ അന്ധകരണത്തിലുണ്ടാകുന്ന ശബ്ദത്തിനും ഉണ്ടാകും. ലിപി ശബ്ദത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് തന്നെ ഇവിടെ സംഭവിക്കും.
ആ ശബ്ദം പ്രതിബിംബമായതുകൊണ്ട് ആ ശബ്ദത്തോടുകൂടി വരുന്നതെല്ലാം അതിന്റെ ഛായാരൂപത്തിലായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ ചില വിശേഷ ഗുണങ്ങളുണ്ടായിരിക്കും, പക്ഷെ അത് അതിന്റെ പൂർണ്ണതയിലായിരിക്കത്തില്ല എന്നർത്ഥം. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യ ശ്രവിക്കുന്നു. അവിടെ വാസ്തവത്തിൽ ഈ പറയുന്ന സംക്രമണം സംഭവിക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ഒരു റീപ്ലേയുടെ ആവശ്യമില്ല, ടേപ്പ് ചെയ്ത് കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. വീണ്ടും അത് ആവശ്യമായി വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ? ആദ്യം അത് ശരിക്കും പ്രവർത്തിച്ചില്ല എന്നാണ്. ആ റീപ്ലേ വീണ്ടും സഹായിക്കുന്നുണ്ട്. എങ്ങനെ? അതിന്റെ ആദ്യത്തെ ശബ്ദത്തിന്റെ പ്രതിബിംബ രൂപത്തിൽ സഹായിക്കും. അപ്പോൾ ആ മനസ്സിന്റെ സാന്നിധ്യവും പ്രതിബിംബ രൂപത്തിൽ ശ്രോതാവിലേക്ക് കടന്നുവരും എന്ന് നമുക്ക് യുക്തിയുക്തമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അടുത്ത് പറയുന്നത്, കാരണം അതുകൊണ്ടാണ് ഈ വിദ്യ പരമ്പരയിലൂടെ സഹായിക്കുന്നു എന്ന് പറയും. പരമ്പരയിലൂടെ വിദ്യ സഹായിക്കുന്നത് ഒരു ഗുരു ഉപദേശിച്ച് ശിഷ്യൻ ഗ്രഹിച്ചു, ആ ശിഷ്യൻ ഉപദേശിച്ചു ഗ്രഹിച്ചു, ആ രൂപത്തിൽ മാത്രമല്ല. ആ പരമ്പരയിലൂടെ വരുമ്പോൾ അതിന് ഗ്രന്ഥങ്ങളും ആ പരമ്പരയിൽപ്പെടുന്നതാണ്. ശബ്ദം മാത്രമല്ല, ലിപികളും ആ പരമ്പരയിൽപ്പെടുന്നതാണ്. ഗുരുപദേശത്തിന്റെ പാരമ്പര്യത്തിൽ ഈ ഗ്രന്ഥാക്ഷരങ്ങൾ അതിനൊരു സ്ഥാനമുണ്ട്. എന്തുകൊണ്ട്? ഗുരു പറഞ്ഞ് ശിഷ്യൻ ഗ്രഹിക്കുമ്പോൾ ആ ശബ്ദത്തിലൂടെ ഈ വിദ്യ പകർന്നു പോകുന്നു. ഗ്രന്ഥത്തിലൂടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അതേ ശബ്ദത്തെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ ലിപികൾ അതിന്റെ സ്മാരകങ്ങളായി, അതിനെ സ്മരിപ്പിക്കുന്നതായി ഗ്രന്ഥാക്ഷരങ്ങളും ആ പാരമ്പര്യത്തെ വഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ പുതിയ സങ്കേതങ്ങളിലൂടെ ഈ ശബ്ദത്തെ ടൈപ്പ് ചെയ്തോ മറ്റേതെങ്കിലും രീതിയിലോ ഒക്കെ വീണ്ടും ഗ്രഹിക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിലുള്ളത് ഒന്ന്, ബാക്കിയുള്ളതെല്ലാം അതിന്റെ പ്രതിച്ഛായ എന്നുള്ളതാണ്. അടുത്ത്, സത്വഗുണമാണ് ഏകാഗ്രതയ്ക്ക് ആശ്രയമായിരിക്കുന്നതെങ്കിൽ തമോ ഗുണപ്രധാനികളായ രാക്ഷസന്മാരും രജോ ഗുണപ്രധാനികളായ അസുരന്മാരെ ഏകാഗ്രചിത്തരായി ദീർഘകാലം തപസ് ചെയ്തത് എങ്ങനെയാണ്? ചിത്തശുദ്ധിയും ഏകാഗ്രതയും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് ആർക്ക് സംഭവിക്കും? പക്ഷേ മൂഢം, ഘോരം, വിക്ഷിപ്തം, നിരുദ്ധം, ഇങ്ങനെ 4 തരത്തിലുള്ള മനസ്സിന്റെ അവസ്ഥകളെ കുറിച്ച് യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അവിടെ തന്നെ ഈ ഏകാഗ്രതയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഏകാഗ്രത നിരുദ്ധമായ മനസ്സിൽ മാത്രമല്ല, അതാണ് ഏറ്റവും ഉയർന്ന മനസ്സ്. മറിച്ച് രജസും തമസും കലർന്ന അന്ധകരണങ്ങളിൽ ഏകാഗ്രത സംഭവിക്കുക. അത് ഏകാഗ്രത, ചിത്തശുദ്ധി, ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ രണ്ടിനെയും കൂടെ ഒന്നായി ചിന്തിച്ചുകൊണ്ടാണ് ചോദ്യം. അന്ധകരണത്തിന്റെ കാമക്രോധാദി മാലിന്യങ്ങൾ മാറുന്നതാണ് ചിത്തശുദ്ധി. ഏകാഗ്രതയ്ക്ക്, അതായത് ശുദ്ധമായ മനസ്സിൽ ഏകാഗ്രത സംഭവിക്കും. കാമക്രോധാദികൾ
മാറിയ ഒരു മനസ്സിൽ ഏകാഗ്രത സംഭവിക്കും. പക്ഷെ ഏകാഗ്രതയ്ക്ക് ചിത്തശുദ്ധി കൂടിയ കഴിയുന്നില്ല. ചിത്തം ശുദ്ധമാകാത്ത മനസ്സിലും ഏകാഗ്രത സംഭവിക്കാം. അവിടെ പിന്നെ എന്താണ് വ്യത്യാസം? വിഷയങ്ങളുടെ വ്യത്യാസം. നമുക്കറിയാം, മനസ്സ് കാമത്തിൽ ഏകാഗ്രമാകുന്നു. ചിത്തശുദ്ധിയുടെ ആവശ്യമില്ല. അവിടെയും മനസ്സ് ഏകാഗ്രമാകുന്നുണ്ട്. ക്രോധത്തിൽ ഏകാഗ്രമാവും. അവിടെയും ചിത്തശുദ്ധിയുടെ ആവശ്യമില്ല. അപ്പം മനസ്സ് ഏകാഗ്രമാകുന്നത് ആ മനസ്സിന്റെ ഘടന അനുസരിച്ച് സാത്വിക, രാജസ, താമസ ഭാവങ്ങളിൽ എല്ലാം വിഷയങ്ങളിൽ മനസ്സ് ഏകാഗ്രമാകും. അതുകൊണ്ട് അസുരനും രാക്ഷസനുമെല്ലാം അവരുടെ സങ്കല്പങ്ങളനുസരിച്ച് കാമക്രോധാദികളിൽ മനസ്സ് ഏകാഗ്രമാകും. അങ്ങനെ ദീർഘമായി മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അതിൻ്റെതായ ഫലങ്ങളുണ്ടാകുന്നു, തപശക്തികളുണ്ടാകുന്നു. പക്ഷേ അസുരന്റെ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ആ തപശക്തിയിൽ നിന്ന് കിട്ടുന്ന അയാൾക്ക് ആസുരീ ശക്തിയാണ്. അതുകൊണ്ടാണ് പിന്നെ അയാൾ ലോകത്തെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. സാത്വികമായ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ദൈവീ ശക്തിയാണ്. അതാണ് അയാളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അല്ലാതെ രജസ്തമ മാലിന്യങ്ങളുള്ള മനസ്സിന് ഏകാഗ്രത ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഏകാഗ്രത എന്ന് പറയുന്നത് രജസ്തമോ വിഷയങ്ങളിലായിരിക്കും. ആ ഏകാഗ്രതയുടെ വിഷയം അതുപോലെയായിരിക്കും. അത്തരം മനസ്സുകൾക്ക് സാത്വിക വിഷയങ്ങളിൽ ഏകാഗ്രത ഉണ്ടാകത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. രജസ്തമോ മാലിന്യമുള്ള ഒരു മനസ്സിന് വേദാന്ത ശ്രവണത്തിലോ മനനത്തിലോ നിധ്യാസനത്തിലോ ഒന്നും ഒരിക്കലും ഏകാഗ്രത ഉണ്ടാകത്തില്ല. പക്ഷെ അയാൾക്ക് കാമക്രോധങ്ങളിൽ ഏകാഗ്രത ഉണ്ടാകാം. കർഷയന്ത് ശരീര ഭൂതഗ്രാമം അചേതസ. ഇവിടെ തന്നെ പറയും. ആസുരമായ താമസമായ തപസ്സിനെ കുറിച്ചും മറ്റും പറയും. ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് കഠിനമായ വ്രതങ്ങളെടുത്ത് കാമനയോടുകൂടി ഒരാൾ തപസ് ചെയ്യുന്നു. അയാളുടെ മനസ്സും അക്കാര്യത്തിൽ വളരെ ഏകാഗ്രമാണ്. അതിനയാൾ പ്രേരിപ്പിക്കുന്നത് രജസ്സും തമസ്സും മറ്റുമാണ്. അതുകൊണ്ട് അയാൾ നേടുന്നത് ആസുരമായ ഫലങ്ങളെയാണ്, ശക്തികളെയാണ്. അതുപയോഗിച്ച് അയാൾ ലോകത്തെ സംഹരിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അത്തരം മനസ്സുകളിലും ഏകാഗ്രത ഉണ്ടാവും. പക്ഷെ അത് ജീവനെ അധോഗതിയിലേക്ക് നയിക്കുന്നു. സാത്വികമായ മനസ്സിൽ ഏകാഗ്രത ഉണ്ടാകുമ്പോൾ അത് ജീവനെ ഊർധ്വഗതിയാക്കുന്നു. അവിടെ എന്താണ്? അവിടെ കാമക്രോധങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിന് മനസ്സ് ഏകാഗ്രമാകുന്നില്ല. അവിടെ സാത്വിക ഗുണങ്ങളിലാണ് മനസ്സ് ഏകാഗ്രമാകുന്നത്, അല്ലെങ്കിൽ ഈശ്വരനിൽ മനസ്സ് ഏകാഗ്രമാകുന്നു. ഉപാസനയിൽ മനസ്സ് ഏകാഗ്രമാകുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഏകാഗ്രത ഏത് മനസ്സിലും ഉണ്ടാകാം, സത്വഗുണം മാത്രമല്ല അതിന് കാരണം. രജസ് തമസ് ഏത് മനസ്സിലും ഏകാഗ്രത ഉണ്ടാകും. പക്ഷെ സത്വശുദ്ധി സംഭവിച്ചു കഴിഞ്ഞ മനസ്സിൽ ഉണ്ടാകുന്ന ഏകാഗ്രത, അതും രാജസ താമസ ആധിക്യമുള്ള മനസ്സുകളിൽ ഉണ്ടാകുന്ന ഏകാഗ്രതയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതിനുള്ളൂ. അതുകൊണ്ട് ശ്രവണത്തിന് സാത്വിക പരിണാമം സംഭവിച്ച ഒരു മനസ്സിൽ മാത്രമേ ഏകാഗ്രത ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന അസുരന്മാരുടെയും രാവണന്റെയും കംസന്റെയും മറ്റു ഏകാഗ്രതയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയെല്ലാം അവരുടെ മനസ്സിലുണ്ടായിരുന്ന സത്വഗുണം അവരുടെ മനസ്സിൽ പ്രകടമായിരിക്കാം. പക്ഷേ അവരുടെ മനസ്സിൽ പ്രകടമായ രാജസ താമസ ഭാവങ്ങളിലാണ്. അതുകൊണ്ടാണ് ഭഗവാനോട് ക്രോധമുണ്ടായത്, വിദ്വേഷം ഉണ്ടായത്. അത് പ്രകടമായപ്പോഴാണ് അതിൽ മനസ്സ് ഏകാഗ്രമായി. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്തതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസിനെ കുറിച്ചുള്ള സംശയങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. ഭാഷ്യത്തിൽ ധർമ്മം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് പ്രവൃത്തി ലക്ഷണം, പ്രവൃത്തി രൂപത്തിലുള്ളത്. മറ്റൊന്ന്
നിവൃത്തി രൂപത്തിലുള്ളത്. അങ്ങനെ രണ്ടു തരത്തിലാണ് ധർമ്മം. ഈ ധർമ്മം സൃഷ്ടിയുടെ ആദിയിൽ, അതായത് കൽപ്പത്തിന്റെ ആദിയിൽ ഭഗവാൻ തന്നെ പ്രജാപതികൾക്കും സനകാദികൾക്കുമായി ഉപദേശിച്ചു. അവർ അത് പരമ്പരയായി അനുഷ്ഠിച്ചു വന്നു. ദീർഘകാലത്തെ അനുഷ്ഠാനം കൊണ്ട് ധർമ്മത്തിന് ച്യുതി വന്നു. അതെങ്ങനെ ച്യുതി വന്നെന്നും പറഞ്ഞു. ഈ അനുഷ്ഠാതാക്കളിൽ കാമോദ്ഭവ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏതൊരനുഷ്ഠാനവും ദീർഘകാലം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സതു ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിതോ ദൃഢഭൂമി, യോഗശാസ്ത്രത്തിൽ പറയും പതഞ്ജലി മഹർഷി. ഒരു ധർമ്മം ദീർഘകാലം അനുഷ്ഠിച്ചു വന്നു കഴിഞ്ഞാൽ അത് ദൃഢമാകേണ്ടതാണ്. ആ അഭ്യാസത്തിന്റെ ഫലമായി എന്താണോ സിദ്ധിക്കേണ്ടത് അത് ദൃഢതരമായി സംഭവിക്കേണ്ടതാണ്. പക്ഷേ അവിടെ പറയുന്നുണ്ട് എന്താണ്? സത്കാര, വളരെ ശ്രദ്ധയോടുകൂടി അതന്വേഷിച്ചാൽ മാത്രം. അതായത് അലംഭാവം വന്നു കഴിഞ്ഞാൽ മനസ്സിൽ ആ ധർമ്മത്തിന് അപജയം സംഭവിക്കും. അതാണ് ഇവിടെ ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക്, ബ്രാഹ്മണർക്ക് മാത്രമല്ല, ബ്രാഹ്മണാദി എന്ന് പറഞ്ഞു, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി വർണ്ണികൾക്ക് സംഭവിച്ചു. അതാണ് ധർമ്മത്തെ അവർ ഗ്രഹിച്ച് അനുഷ്ഠിച്ചിരുന്നെങ്കിലും ക്രമേണ അതിൽ അലംഭാവം വന്നു. ഇത് തലമുറകൾ കൊണ്ട് സംഭവിച്ചാണ്. ഒരു ജന്മത്തിൽ സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാം. അനുദാഹരണം, ഒരാളിൽ ആത്മീയ ജിജ്ഞാസയുണ്ടായി. ഒരാളുടെ ആത്മീയ ജിജ്ഞാസ ഉണ്ടാകുന്നതിന് മുഖ്യമായ കാരണം പറയുന്നത് പൂർവജന്മ സംസ്കാരമാണ്. പൂർവജന്മത്തിലെ വാസനകളെന്ന് പറയും. ആ പൂർവജന്മ വാസനയാണ് ഒരുവൻ ആത്മീയ ജിജ്ഞാസ ഉണർത്തുന്നത്. അയാളെ അതിൽ മുന്നോട്ട് നയിക്കുന്ന പിന്നെ സാഹചര്യങ്ങളാണ്, ചുറ്റുപാടുകളാണ്. ചുറ്റുപാടുകളെന്ന് പറയുമ്പോൾ ഗുരുപ്രാപ്തി, ഗുരു ഉപദേശം, നിയമനിയമാദി സാധനങ്ങളുടെ അഭ്യാസം, ഇതൊക്കെ സാഹചര്യങ്ങൾ. ഇതെല്ലാം ഒരുവനെ മുന്നോട്ട് നയിക്കുന്നു. ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങൾ അതിന് സഹായിക്കുന്നു. പക്ഷേ അങ്ങനെ ജിജ്ഞാസുവായ ഒരുവൻ പൂർവജന്മ സുഹൃതം കൊണ്ട് ഈ ധർമ്മമാർഗത്തിലൂടെ പറഞ്ഞല്ലോ, രണ്ടാണ്, ഒന്ന് പ്രവൃത്തി മാർഗം, മറ്റൊന്ന് നിവൃത്തി മാർഗം. ആധ്യാത്മിക മാർഗം എന്ന് പറയുമ്പോൾ നിവൃത്തി മാർഗമാണ്. ആ നിവൃത്തി മാർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ആചാര്യസ്വാമികൾ പറയുന്ന ഇത് തലമുറകളിൽ സംഭവിക്കുന്നത് പോലെ വ്യക്തികളിൽ സംഭവിക്കും. എന്താണ്? അയാളുടെ മനസ്സിൽ ശ്രദ്ധയുടെ ന്യൂനത വരാം. ശ്രദ്ധയാണ് മുഖ്യ സഹകാരി. അതിന്റെ ന്യൂനത വരാം. അയാളിൽ സുപ്തമായിരിക്കുന്ന പൂർവവാസനകൾ, സദ്വാസനകളോടൊപ്പം തന്നെ അയാളിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർവാസനകൾ, അതും ഉണർന്നു വരാം. അതിവിടെ പറയുന്നുണ്ട് എന്താണ്? ഹീയമാന വിവേക വിജ്ഞാന ഹേതുകേന അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ, ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ്. ശ്രദ്ധയിൽ അലംഭാവം ഉണ്ടാകുമ്പോൾ, പൂർവവാസനകൾ കൊണ്ട് ദുർവാസനകൾ ഉള്ളിൽ ഉണർന്നു വരുമ്പോൾ, ഒരു സാധകനെ സംബന്ധിച്ച്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചല്ല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയില്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആത്മീയ ജിജ്ഞാസുക്കളെ സംബന്ധിച്ചും എന്തു പറയുന്നു? അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ,
ഇവിടെ ഭഗവാൻ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ധർമ്മങ്ങളും പ്രവൃത്തി മാർഗമായാലും ശരി നിവൃത്തി മാർഗമായാലും ശരി അതിനെ അധർമ്മം കീഴ്പ്പെടുത്തുന്നു. അത് സംഭവിക്കും. സാധകന്മാരിലെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പൊ തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്ന ആത്മീയ തീവ്രത അത് തപസ്സുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മീയ സാധനങ്ങൾ കൊണ്ടെന്ത് ചെയ്യുന്നു? അതിന്റെ തുടക്കം തന്നെ നഷ്ടപ്പെട്ടു പോകും. തുടക്കത്തിലുണ്ടായിരുന്ന ഉണർവുകൾ, തീവ്രത, വൈരാഗ്യം ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? ധർമ്മേ അഭിഭൂയമാനി പ്രവൃദ്ധമാനി ചാധർമ്മേ, അധർമ്മം പ്രവൃദ്ധമാകുന്നു. ദുർവാസനകൾ ശക്തമായി തീരുന്നു. അങ്ങനെ ശക്തമായി തീരുമ്പോൾ അയാൾക്ക് യോഗമാർഗത്തിൽ നിന്നും സാധനാമാർഗത്തിൽ നിന്നും ച്യുതി സംഭവിക്കുന്നു, നശിച്ചു പോകുന്നു. ആന്തരികമായി നശിക്കുന്നു. ബാഹ്യമായി ഇതേ വേഷത്തിൽ തന്നെ തുടർന്നാലും ആന്തരികമായി അയാൾ നശിച്ചു പോകുന്നു. ഭഗവാൻ എന്താണ് ചെയ്തത്? അങ്ങനെ തലമുറകൾ കൊണ്ട് നശിച്ചപ്പോ എന്ത് ചെയ്തു? വീണ്ടും വന്നു. പുതിയ തലമുറയെ ഇത് ഉദ്ബോധിപ്പിക്കാൻ. അതാണ് അവതാരം. ജഗത സ്ഥിതിം പരിപ്പിപാരേഷു വീണ്ടും പറയുന്നതാണ്. ആദികർത്ത നാരായണ. ആദികർത്താവെന്ന് വിളിക്കുന്നത് എന്താണ്? ആദ്യം ഇതെല്ലാം തുടങ്ങി വെച്ചത് ഈശ്വരൻ തന്നെ. സൃഷ്ടി, ജീവന്മാർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം, അതാണ് ആദികർത്താവ്. പക്ഷെ ഈശ്വരൻ തന്നെ നേരിട്ട് ഉപദേശിച്ചിട്ടും അത് ദീർഘകാലം ഫലവത്തായില്ല, ഫലം കണ്ടില്ല. അപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളവും പൂർവ്വ ജിജ്ഞാസ, പൂർവ്വ സംസ്കാരം കൊണ്ട് അയാൾ ഉറങ്ങിക്കിടന്ന ആ ജിജ്ഞാസ ഉണർന്ന് വീണ്ടും അയാൾ ജിജ്ഞാസുവായി ഒരു ഗുരുവിനെ സമീപിച്ച് ധർമ്മത്തിന്റെ പാഠങ്ങളെല്ലാം പഠിച്ച് സാധനാനുഷ്ഠാനത്തിലൂടെ മുന്നോട്ട് പോയാലും വീണ്ടും ഇത് സംഭവിക്കാം. ഇവിടെ ഗുരുവിന്റെ സന്നിധി തന്നെ പ്രവൃദ്ധമാനേച്ച അധർമ്മേ, അധർമ്മം വർദ്ധിച്ചു വരാം, അത് നശിക്കാം എന്നർത്ഥം. അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിനുള്ള പരിഹാരം ഭഗവാൻ ചെയ്തു തന്നെ പരിഹാരം. ഭഗവാൻ എന്ത് ചെയ്തു? വീണ്ടും വന്നു. ദേവക്യാം വസുദേവാംശേന കില സംബഭൂവ. അടുത്ത് പറയും, വീണ്ടും ദേവകിയിൽ വസുദേവപുത്രനായി വീണ്ടും ജനിച്ചു. എന്തിന്? ആ ധർമ്മത്തിന്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ. പുതിയ തലമുറയിലേക്കും ആ ധർമ്മത്തെ കൊണ്ടുവരാൻ വേണ്ടി വന്നു. ഇത് തന്നെ വ്യക്തി ജീവിതത്തിലും സാധകന്റെ ജീവിതത്തിലും സംഭവിക്കുന്നു. അപ്പോൾ ഒരു ഗുരുസന്നിധിയിൽ ഒരാൾ നശിക്കത്തില്ല എന്നൊന്നുമില്ല. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട് നശിക്കുന്നത്. വീണ്ടും അവിടെ ഗുരു അവതരിക്കണം എന്നർത്ഥം. അതായത് ഒരു സാധകന്റെ ജീവിതത്തിൽ പ്രതിക്ഷണം ഗുരു അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാലേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പുതുതായി ഗുരുവിന്റെ അവതാരം അയാളുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരുന്നാലേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യം സംഭവിക്കും. ഭഗവാൻ അത് തന്നെ ചെയ്യുന്നത്. സമൂഹത്തിന് ഈ നാശം സംഭവിക്കുമ്പോൾ വീണ്ടും വീണ്ടും അനന്തമായ അവതാരങ്ങളായി ഗുരുക്കന്മാരായി അവതരിക്കുന്നു. ഭഗവാൻ തന്നെ രാമനായും കൃഷ്ണനായും എല്ലാം പണ്ട് അവതരിച്ചതിനു വേണ്ടിയിട്ടാണ്. ഇത് സമഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. വ്യഷ്ടിയിലാവുമ്പോഴോ ഗുരുവിന്റെ സാന്നിധ്യത്തിലും അവൻ ഗുരുവിനെ തിരസ്കരിക്കും, വിസ്മരിക്കും, അലംഭാവം മനസ്സിലുണ്ടാവും, നാശം സംഭവിക്കും. അപ്പൊ വീണ്ടും അവനെ സംബന്ധിച്ച് വീണ്ടും ഗുരു പുതുതായിട്ട് അവതരിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നിരന്തരമായ
ശ്രദ്ധയിലൂടെ, സത്സംഗം, സാധന, ഇതിലൂടെ ഈ അധർമ്മം അന്ധകരണത്തെ ബാധിക്കാതെ നോക്കണം. അതാ ഒരാൾക്ക് ഗുരുപ്രാപ്തി ഉണ്ടായി, അയാൾ സമൂഹത്തിൽ നിന്നൊക്കെ മാറി ആശ്രമത്തിൽ, അന്തരീക്ഷത്തിൽ താമസിക്കുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നില്ല. നിരന്തരമായ സത്സംഗത്തിലൂടെയും ശ്രദ്ധയിലൂടെ അയാളുടെ അന്ധകരണത്തെ നിരന്തര ജാഗ്രതയിൽ, ശ്രുതി പറയുന്നു, ആ ജാഗ്രതയിൽ നിർത്തി മുന്നോട്ട് പോകുന്ന ഒരുവന് മാത്രമേ ഈ മാർഗത്തിൽ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അവതാരം എന്ന് പറയുന്നത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. അത് സംഭവിക്കാത്തതുകൊണ്ടാണ് മഹാപുരുഷ സംശ്രയം, ദുർലഭമായ മഹാപുരുഷ സംശ്രയം ഉണ്ടായിട്ടും മനുഷ്യൻ വഴിതെറ്റിപ്പോകും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളെക്കുറിച്ച് ചിന്തിക്കാറില്ല, മറ്റുള്ളവരെ സംബന്ധിച്ച് ചിന്തിക്കും. താൻ നശിക്കുന്നതിനെ കുറിച്ച് നമ്മളൊരിക്കലും ബോധവാനാകാറില്ല. എന്തുകൊണ്ട് അവൻ നശിച്ചുപോയി, ഗുരുവിന്റെ അടുത്ത് വന്നു, ഗുരുവിന്റെ സമീപത്തിൽ കഴിഞ്ഞു, എന്നിട്ട് അവൻ നശിച്ചുപോയി, താൻ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തൽക്കാലം മാറും. അങ്ങനെയെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? അതിന് കാരണം ഇത് തന്നെയാണ്. ഭഗവാൻ തന്നെ ഇത് തുടങ്ങി വെച്ചത്, എന്നിട്ടും മനുഷ്യൻ നശിച്ചു. അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ, അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. അധർമ്മം ഏത് സമയവും ധർമ്മത്തെ കീഴ്പ്പെടുത്തും. പ്രവൃത്തിയായാലും ശരി, നിവൃത്തിയായാലും ശരി. വീണ്ടും അവിടെ നാരായണൻ അവതരിക്കണം. ഗുരുവിന്റെ സാന്നിധ്യം സാധകന്റെ ഹൃദയത്തിൽ സദാ സജീവമായി ജാഗ്രതയായി നിൽക്കണം. എന്നാലേ ഇത് സാധിക്കത്തുള്ളൂ. ബാഹ്യമായ സാമീപ്യം അതിന് സഹായിക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആന്തരികമായ സാമീപ്യമാണ് വേണ്ടത്. സശരീരനായി ശിഷ്യനിരിക്കുന്നു, ശരീരത്തോടുകൂടി ഗുരുവുമുണ്ട്. ഗുരുവിന്റെ സമീപത്തിൽ തന്നെ ശിഷ്യനിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, അബദ്ധമാണ്. എന്തുകൊണ്ട്? ഇവിടെ ശാരീരികമായ സാമീപ്യമുണ്ട്, ആന്തരികമായ സാമീപ്യം ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഗുരുവിന്റെ ആന്തരികമായ സാമീപ്യം അതുണ്ടായാലേ ശിഷ്യന് രക്ഷപ്പെടാൻ പറ്റും. ഈ ബാഹ്യമായ ശാരീരികമായ സാമീപ്യം എന്ന് പറയുന്നത് എന്താണ്? അത് അടുത്തു വരാൻ അകന്നു പോകാം. അതുകൊണ്ടാണ് പലരും ഗുരുക്കന്മാരെ ഉപേക്ഷിച്ചു പോകുന്നത്. ശിഷ്യന് തോന്നും ഗുരു പോരാ എന്ന് പറഞ്ഞ് ശിഷ്യൻ ഗുരുവിനെ ഉപേക്ഷിച്ച് പോകാറുണ്ടല്ലോ. എന്തുകൊണ്ട്? ബാഹ്യമായ സാമീപ്യം ഉണ്ടാകുന്നു, ബാഹ്യമായ സാമീപ്യം നഷ്ടപ്പെടുന്നു. അവിടെ ആന്തരികമായിട്ടുള്ള സാമീപ്യം ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ നമ്മൾ ഗുരുവിന്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഗുരുവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു, ബാഹ്യമായ സാമീപ്യം. അതുപോലെ ഗുരുവിന്റെ ആന്തരികമായ സാമീപ്യം. ബാഹ്യമായ സാമീപ്യം ഇല്ലെങ്കിലും ആന്തരികമായ സാമീപ്യം സാധിക്കും. അതാണ് ശരിയായ സാധകന്മാരിൽ ഗുരുക്കന്മാരുടെ, വ്യാസന്റെയും വസിഷ്ഠന്റെയും പരാശരന്റെയും എല്ലാ സാന്നിധ്യം അവരുടെ ഉള്ളിലുണ്ടാകും. അവരുടെ യുഗങ്ങൾക്ക് മുമ്പിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. പക്ഷെ വർത്തമാന ജീവിതത്തിൽ ഒരു സാധകന്റെ ഹൃദയത്തിൽ അവരുടെ സാമീപ്യം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു സാമീപ്യം അത് നിരന്തരം നിലനിർത്താൻ കഴിയുന്ന ഒരു സാധകന് മാത്രമേ ഈ പറയുന്ന പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയൂ. എന്താണ്? അഭിഭൂയമാനേ അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ, ധർമ്മം അധർമ്മത്താൽ കീഴ്പ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിൽ എന്ത് ചെയ്തു? ഭഗവാൻ അവതരിച്ചു. എന്തിനു വേണ്ടി? ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെ വാക്യാർത്ഥത്തിലല്ല, അതിന്റെ ലക്ഷ്യാർത്ഥത്തിലാണ് നമ്മൾ മനസ്സ് ഊന്നേണ്ടത്. ബ്രാഹ്മണത്വത്തിന്റെ രക്ഷണാർത്ഥം. ഭഗവാൻ അവതരിച്ചതിനു വേണ്ടിയിട്ടാണ് ബ്രാഹ്മണത്വം. ബ്രാഹ്മണത്വം എന്താണെന്ന് പറയും? ബ്രാഹ്മണത്വം മനുഷ്യത്വം, മനുഷ്യന്റെ ധർമ്മം. ഗോത്വം, ഗോവിന്റെ ധർമ്മം. ബ്രാഹ്മണത്വം ബ്രാഹ്മണന്റെ ധർമ്മമാണത്. അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണയവച നിർമ്മമോ നിരഹങ്കാര, ഇങ്ങനെ ഗീതയിൽ തന്നെ പറഞ്ഞു പോകും.
അങ്ങനെയുള്ള ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ അവതരിച്ചു എന്നാണ്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഗുരുവിന്റെ അവതാരം അവനിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ബ്രാഹ്മണത്വത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ബ്രാഹ്മണത്വം അവനിൽ സംരക്ഷിക്കപ്പെടണം. ഈ ബ്രാഹ്മണത്വം, വർണ്ണിത്വം നഷ്ടപ്പെട്ടു പോകും, ഈ സദ്ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതിനെയാണ് ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞത് അഭിഭൂയമാനീ ധർമ്മേ. ധർമ്മത്തെ കീഴ്പ്പെടുത്തി കളയും. അവരിൽ നിന്ന് ബ്രാഹ്മണത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആസുരത്വം വരും. നേരത്തെ പറഞ്ഞു, ആസുരത്വം വന്നിട്ട് ബ്രാഹ്മണത്വത്തെ നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ അവന്റെ ഉള്ളിൽ ഇതെവിടെയാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ട? ഈ ബ്രാഹ്മണത്വം ശിഖയും കൂടുന്നവരും കൊണ്ട് ശരീരത്തിലല്ല സംരക്ഷിക്കപ്പെടേണ്ടത്, പിന്നെ അവന്റെ അന്ധകരണത്തിലാണ്. സാധകന്റെ അന്ധകരണത്തിൽ ഈ ബ്രാഹ്മണത്വത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവന്റെ ഹൃദയത്തിൽ ഈ നാരായണൻ അവതരിക്കണം. ആ നാരായണൻ ബാഹ്യമായി എങ്ങനെയാണോ ഈ അധർമ്മം സമൂഹത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി അവതരിച്ചത്, അതുപോലെ ഇവിടെ സംഭവിക്കും. സമൂഹത്തിൽ എങ്ങനെയാണ് ബ്രാഹ്മണത്വം, ക്ഷാത്രത്വം അല്ലെങ്കിൽ ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം തുടങ്ങിയ ധർമ്മങ്ങൾ അതിനാവശ്യമാണ്. സമൂഹത്തിന്റെ ഒരു ഭാഗമായി ഓരോരോ ഭാഗങ്ങളായി നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്, ഏറ്റവും മുഖ്യമായിരിക്കുന്നത്, എല്ലാത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിരിക്കുന്ന ധർമ്മമാണ് ബ്രാഹ്മണത്വം, ഈ സദ്ഗുണങ്ങൾ. മറ്റെല്ലാ ധർമ്മങ്ങളും അതിനധീനമായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്ഷാത്രത്വം, ക്ഷത്രിയത്വം, അത് വീര്യം, തേജോ, അടുത്ത് വീര്യത്തിൽ പറയും വീര്യം, തേജസ്, ബലം, പൗരുഷം തുടങ്ങിയ ക്ഷാത്രധർമ്മങ്ങളാണ്. അത് ശക്തിയുടെയാണ്, ശക്തിയുടെ ധർമ്മങ്ങളാണ്. അതിന് ഈ പറയുന്ന ബ്രാഹ്മണത്വം കൊണ്ട് നിയന്ത്രിക്കണം. ക്ഷാത്രധർമ്മത്തെ ബ്രാഹ്മണത്വം കൊണ്ട് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കുന്നതാണ് സമൂഹത്തിന്റെ ക്ഷേമം. ശക്തിയെ വിവേകം കൊണ്ട് നിയന്ത്രിക്കുക. ബ്രാഹ്മണത്വത്തിലാണ് വിവേകം വരുന്നത്, ക്ഷത്രിയത്വത്തിലാണ് ശക്തി വരുന്നത്. അപ്പോൾ ആചാര്യസ്വാമികളുടെ സാമൂഹിക സങ്കല്പം അതായിരുന്നു. നമ്മൾ വർണ്ണ ആശ്രമ ധർമ്മം എന്ന് പറയുമ്പോൾ അതാണ്. വർണ്ണവും ആശ്രമവും രണ്ടാണ്, ഒന്നല്ല. അപ്പോൾ വർണ്ണ ആശ്രമധർമ്മത്തിൽ സമൂഹത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിൽ ഇത് വരും. ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, ക്ഷത്രിയത്വം ശക്തി, ബ്രാഹ്മണത്വം വിവേകം. ശക്തിയെ എപ്പോഴും വിവേകം കൊണ്ട് ഒരു സമാജത്തിൽ നിയന്ത്രിക്കുക, നയിക്കുക. അതുകൊണ്ടാണ് രാജാക്കന്മാർക്ക് ബ്രാഹ്മണര് പഴയകാലത്ത് ഉപദേശകന്മാരായിരുന്നു. രാജധർമ്മത്തെ ബോധിപ്പിക്കുന്നത് ബ്രാഹ്മണധർമ്മമായിരുന്നു. ശക്തിയും വിവേകവും അത് രണ്ടും ഒരുമിച്ച് ചേരും. അപ്പൊ അത് സമാജത്തിന്റെ ക്ഷേമത്തിന് അത് ഉപകരിക്കുന്നു. അങ്ങനെ തുടർന്നു വരുന്ന ബാക്കി വൈശ്യത്വം, ശൂദ്രത്വം തുടങ്ങിയ ധർമ്മങ്ങൾക്കെല്ലാം ആധാരമായി അതിനെല്ലാം ഒരു ഉപദേഷ്ടാവിന്റെ സ്ഥാനത്തിൽ ബ്രാഹ്മണധർമ്മം നിലനിൽക്കുന്നു. ഇതായിരുന്നു ഇവിടെ പറയുന്ന ആചാര്യസ്വാമികൾ പറയുന്ന, അല്ലെങ്കിൽ ഭഗവാൻ കൽപ്പിക്കുന്ന സമാജ സങ്കല്പം, സാമൂഹിക വ്യവസ്ഥ. അതാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണത്വസ്യ രക്ഷണേന രക്ഷിത സ്യാദ് വൈദികോ ധർമ്മ. വൈദികധർമ്മം എന്ന് പറയുന്നത് ഇതിൽ ഈ വർണ്ണവ്യവസ്ഥയിൽ ഒതുങ്ങിയതാണ്. ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം, ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. തത് അധീനത്വാത് വർണ്ണാശ്രമഭേദാനം. ആ ധർമ്മങ്ങൾക്ക് അധീനമാണ് വർണ്ണാശ്രമഭേദങ്ങളെല്ലാം, വർണ്ണഭേദവും ആശ്രമഭേദവും. അപ്പോൾ നമ്മുടെ പഴയ ആചാര്യന്മാരുടെ സാമൂഹിക വീക്ഷണം എങ്ങനെയായിരുന്നു? വ്യക്തിയെ സംബന്ധിച്ച് എന്താണോ വ്യക്തിവീക്ഷണം, അതുപോലെ സമൂഹത്തെ സംബന്ധിച്ച് അവർക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും അടിസ്ഥാനം ഈ പറയുന്ന സദ്ഗുണങ്ങളായിരുന്നു, ബ്രാഹ്മണത്വ ഗുണങ്ങളായിരുന്നു.
അത് രക്ഷിച്ചാൽ സമൂഹം രക്ഷപ്പെടും എന്നൊരു സങ്കല്പമാണ് ഗുരുക്കന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഭഗവാൻ അവതരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അടുത്ത് പറയുന്നത് സജ ഭഗവാൻ ഭാഷ്യത്തിൽ. പുസ്തകമുള്ളവർ അതിൽ നോക്കുക. സജ ഭഗവാൻ ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോഭി സദാ സമ്പന്ന ത്രിഗുണാത്മികാം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിം വശീകൃത്യ അജോ അമ്യയോ ഭൂതാനാം ഈശ്വരോ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവോപി സൻ സ്വമായയാ ദേഹവാൻ ഇവ ജാത ഇവ ച ലോകാനുഗ്രഹം കുർവൻ ഇവ ലക്ഷ്യതേ. ഈ അവതാരം ത്തിന്റെ മാത്രം സവിശേഷത എന്താണെന്ന് പറയുന്നു. അവതാരത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ജീവന്മാരും അവതരിക്കുകയാണ്, പക്ഷെ എല്ലാം അവതാരമാക്കുക. അതായത് ജീവന്റെ ജനനം എന്ന് പറയുന്നത് അവിദ്യ അധീനമായിട്ടാണ്, അവിദ്യക്ക് കീഴ്പ്പെട്ടിട്ടാണ് ജീവൻ ജനിക്കുന്നത്, അവിദ്യാവശകനായിട്ടാണ്. അവതാരങ്ങളിൽ അത് സംഭവിക്കുന്നില്ല. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അവതാരവും ജനിക്കുന്നുണ്ട്, സാധാരണ ജീവന്മാരും ജനിക്കുന്നുണ്ട്. ആ ജീവന്മാരെ തന്നെ പലരും അജ്ഞാനികളായി വരുന്നു, യോഗികളായി വരുന്നു, ജ്ഞാനികളായി വരുന്നു. പക്ഷെ അവരെല്ലാം ജനിക്കുമ്പോൾ ആ ജന്മത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? അവരുടെ പ്രാരബ്ധ കർമ്മം. പ്രാരബ്ധ കർമ്മം കൊണ്ടാണ് ജനിക്കുന്നത്. യോഗിയായാലും ജ്ഞാനിയായാലും ജനിക്കുന്ന പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ചായിരിക്കും. പക്ഷെ അവതാരം അങ്ങനെയല്ല ജനിക്കുന്നത്. അവതാരത്തിന് പ്രാരബ്ധമില്ല. അതാണ് അവതാരത്തിന്റെ വിശേഷത. എന്തുകൊണ്ടില്ല? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വാം മായ മൂലപ്രകൃതിയും വശീകൃത്യ, അങ്ങനെയാണ് അവതാരം ഉണ്ടാകുന്നത്. ജീവൻ ജനിക്കുന്നതിന് നിർബന്ധിതനായി തീരുകയാണ്. കർമ്മവിഭാഗമെന്ന് പറയും. കർമ്മവിഭാഗം എന്ന് പറയുമ്പോൾ അനേക അനാദിയായിരിക്കുന്ന അനേക ജന്മങ്ങളുടെ കർമ്മങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് ഒരു ഫലത്തെ ഉണ്ടാക്കുന്നതാണ് കർമ്മവിഭാഗം. എല്ലാ കർമ്മങ്ങളും കൂടിച്ചേർന്നിട്ട് അതിൽ കൂട്ടിയും കിഴിച്ച് ആര്? ഈശ്വരീയമായൊരു നിയമം അനുസരിച്ച്, മനുഷ്യന്റെ ബുദ്ധിക്ക് ദുർഗ്രഹമായിരിക്കുന്ന ഈശ്വരീയ നിയമം അനുസരിച്ച് കർമ്മഫലങ്ങളെ ഗുണിച്ചും ഹരിച്ചും കുറച്ചും കൂട്ടിയുമെല്ലാം ഒരു ജന്മത്തിനെ തയ്യാറാക്കുന്നു. ആ ജന്മത്തിന് ആ ജീവൻ വിധേയനായി പോവുകയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ജീവന് ജനിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കർമ്മവിഭാഗം അനുസരിച്ച് ജനിച്ചേ പറ്റൂ. ഭഗവാൻ അവതരിക്കുന്ന അങ്ങനെയല്ല. സ്വാം മായാം വശീകൃത്യ. കർമ്മം അതിന് കാരണമല്ല. അവിടെ പ്രാരബ്ധമില്ല. ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശരീരം നശിക്കുന്നതുവരെ ആ പ്രാരബ്ധത്തിന് വിധേയനായിരുന്നേ പറ്റും. മറ്റിടത്ത് അത് സംഭവിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു? സ്വേച്ഛയാ മൂലപ്രകൃതിയായിരിക്കുന്ന ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിരുന്ന മൂലപ്രകൃതി, ജീവപ്രകൃതിയല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മൂലപ്രകൃതി എന്ന് പറയുന്നത് ഈശ്വരന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഉപകരണമാണ്. ജീവപ്രകൃതി എന്ന് പറയുന്നത് അവിദ്യ ഓരോ ജീവന്മാരുടെയും കൈവശമിരിക്കുന്നതാണ്. മൂലപ്രകൃതി എന്ന് പറയുന്നത് ഈശ്വരന്റെ നിയന്ത്രണത്തിന് വിധേയമായി മാത്രം ചലിക്കുന്ന ഒന്നാണ്. ജീവപ്രകൃതിയാണെങ്കിലോ അതിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ജീവൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ജീവനതിന് സ്വാതന്ത്ര്യമില്ല. ജീവനതിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്.
അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒരു സാധാരണ ജനനവും അവതാരവും തമ്മിലുള്ള വ്യത്യാസം. എന്ത് ചെയ്യുന്നു? ആ ഈശ്വരൻ സ്വം മായ, തന്റേതായ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? താൻ അതിന് അധീനനല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്വം എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ആ മായയെ അത് മൂലപ്രകൃതിയാണെന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറയുന്നു? അത് ജീവന്റെ പ്രകൃതിയല്ല, ജീവൻ ജനിക്കുമ്പോൾ കൂടെ കൊണ്ടുവരുന്നതല്ല, മറിച്ച് ഈശ്വരൻ സ്വേച്ഛയ ഉപയോഗിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. അതിനെ വശീകൃത്യ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഒരിക്കലും അതിന് വഴിപ്പെട്ടു പോകുന്നില്ല, മറിച്ച് എപ്പോഴും അതിനെ തന്റെ വശത്തിൽ എന്നുവെച്ചാൽ തന്റെ അധീനത്തിൽ നിലനിർത്തുന്നു. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈശ്വരൻ അവതരിക്കുന്നു എന്നാണ്. അതാണ് സാധാരണ ജന്മങ്ങളും ഈശ്വര അവതാരവും തമ്മിലുള്ള വ്യത്യാസം. അതുകൂടെ പറയുകയാണ്. എങ്ങനെയുള്ള ഭഗവാൻ? സജ ഭഗവാൻ, ആദികർത്താവായ നാരായണൻ എന്ന് നേരത്തെ പറഞ്ഞ ഭഗവാൻ ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോഭി സദാ സമ്പന്ന. ഈശ്വര അവതാരത്തിന്റെ പ്രത്യേകത എന്താണ്? അവതാരത്തിൽ ഉള്ള എല്ലാ കർമ്മങ്ങളും അലൗകികങ്ങളായിരിക്കും, ലൗകികങ്ങളല്ല. ഒരു ജീവന്റെ ജന്മത്തിൽ വരുന്ന എല്ലാ കർമ്മങ്ങളും ലൗകികങ്ങളാണ്. ഒരു അവതാരത്തിൽ സംഭവിക്കുന്ന എല്ലാ കർമ്മങ്ങളും അലൗകികങ്ങളായിരിക്കും. ഇപ്പോ ഇത് തന്നെ നമുക്കെടുക്കാം. നാരായണന്റെ അവതാരം, ശ്രീകൃഷ്ണ അവതാരം, ജനനം മുതൽ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അലൗകികങ്ങളായി, സാധാരണ സംഭവങ്ങളായി ഗണിക്കത്തക്ക ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അമ്മ വാ തുറക്കാൻ പറഞ്ഞു, 3 രൂപങ്ങളെയും സ്വന്തം വായ്ക്കുള്ളിൽ കാണിച്ചു കൊടുത്തു. ഒരാളിൽ പിടിച്ച് കെട്ടിയിട്ടു, ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതെല്ലാം എന്താണ്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത്തരം അലൗകിക സംഭവങ്ങൾ ആണ് അവതാരത്തിന്റെ ഒരു ലക്ഷണം, ഒരടയാളം. ജന്മനാൽ തന്നെ അലൗകികമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അനിതര സാധാരണങ്ങളായ ലോകസാധാരണങ്ങളല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോഭി സദാ സമ്പന്ന. അതാണ് ജീവനും സാധാരണ ജന്മങ്ങൾ. അത് യോഗിയോ ജ്ഞാനിയോ ആരോ ആയിക്കൊള്ളട്ടെ, അതും അവതാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ തന്നെ സ്വന്തം മാതാവിന് ചതുർഭുജങ്ങളോടുകൂടി തന്റെ യഥാർത്ഥ രൂപത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ പുരാണത്തിൽ പറയുന്നത്. ജീവൻ ജനിക്കുമ്പോൾ അതല്ല സംഭവിക്കുന്നത്. ജീവനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? ആ ഒരു ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം തന്നെ ഈ വൈഷ്ണവി മായ അയാളെ ബാധിക്കുന്നു. മായ ബന്ധിച്ച് ആ ജീവൻ ഗർഭത്തിലിരുന്ന് അയാൾക്കുണ്ടായിരുന്ന പൂർവ്വജന്മസ്മൃതിയും വിവേകവും എല്ലാം നഷ്ടപ്പെട്ടു. പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? തികച്ചും അജ്ഞാനിയായി പുറത്തേക്ക് വരുന്നു. അവതാരം അങ്ങനെയല്ല, സദാസമ്പന്ന. അയാൾ സദാസമ്പന്നനായിരിക്കുന്നു. ഇപ്പോ അമ്മയുടെ ഉദരത്തിലിരുന്നാലും പുറത്തേക്ക് വന്നാലും ജ്ഞാന ഐശ്വര്യ ശക്തി ബല വീര്യ തേജോഭി സദാസമ്പന്ന. സദാശബ്ദം ഉപയോഗിച്ചിരിക്കുന്നതാണ് ജന്മത്തിന് മുമ്പ് ജനനശേഷവും. ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ വരുമ്പോഴും അതിനു മുമ്പും സദാസമ്പന്നനായിരിക്കും. എങ്ങനെ? ജ്ഞാനം എന്റെ പൂർണ്ണരൂപത്തിൽ പ്രകാശിച്ചിരിക്കും. ഐശ്വര്യം, ഈശ്വരഭാവം, പ്രഭുത്വം, സർവത്തിന്റെയും മേലുള്ള സ്വാധീനം, ഈ പ്രപഞ്ചശക്തികളുടെ എല്ലാം സ്വാധീനിക്കുന്നതിനുള്ള ആ കഴിവ്. പ്രപഞ്ചശക്തികളുടെ മേലുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചശക്തികൾക്കെല്ലാം ജീവൻ വിധേയനായിട്ടാണ് കഴിയുന്നത്. ഭീഷാസ്മാദ്വാദ പവതേ നമ്മൾ മുമ്പ് ഉപനിഷത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വായു വീശുന്നത് അവനെ ഭയന്നിട്ടാണ്,
അഗ്നി ജ്വലിക്കുന്നത് അവനെ ഭയന്നിട്ടാണ് എന്നാണ്. പക്ഷെ ജീവൻ അങ്ങനെയല്ല. ആ വായുവിനെ ഭയക്കുന്നു, അഗ്നിയെ ഭയക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജീവൻ അതിനെല്ലാം ഭയന്ന് കഴിയുന്നു. പക്ഷെ ഈശ്വരനാണെങ്കിലോ ആ ഈശ്വരന്റെ ഭയന്നാണ് അത് വീശുന്നത്. തന്റെ കർമ്മത്തിന് എന്തെങ്കിലും ദോഷം വരുമോ എന്ന് ഭയന്നത് പ്രവർത്തിക്കുന്നു എന്നാണ്. അതാണ് ഐശ്വര്യം. ഈ സർവശക്തികളെയും പ്രപഞ്ചശക്തികളെയും സ്വാധീനത്തിലാക്കി വെക്കുക. അതെല്ലാം അവനെ ഭയന്നാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഐശ്വര്യം. ആ ഐശ്വര്യത്തോടുകൂടി ശക്തി, ബല, വീര്യ, തേജസ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നു. ശക്തി തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്തും സാധിക്കുന്നതിനുള്ള സാമർഥ്യം, അതാണ് ശക്തി. ഈശ്വരന് മാത്രമേ അത് കഴിയുന്നുള്ളൂ. അഗ്നി അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്നതാണ്. ആ സ്വഭാവത്തെ മാറ്റുന്നതിന് നമുക്ക് ശേഷിയില്ല. പക്ഷെ ഈശ്വരനത് കഴിയും. അതാണ് ഈശ്വരന്റെ ശക്തി. അഗ്നിയെ ദാഹശക്തി ഇല്ലാത്തതാക്കി മാറ്റാം. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അതാണ് ശക്തി. അത്തരം ശക്തിയോടുകൂടി അതാണ് ശക്തിയുടെ അർത്ഥം. ബലം, സൃഷ്ടിസ്ഥിതി സംഹാരം ഈശ്വരന്റെ വിനോദമെന്നാണ് പറയുന്നത്. ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടി അതിന് എന്തെല്ലാം ആവശ്യമായി വരുന്നോ അതെല്ലാം ഈശ്വരന് സ്വേച്ഛയാ സ്വാതന്ത്ര്യമായി സ്വാധീനമായി എപ്പോഴും ഇരിക്കുന്നു. അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ കുടം ഉണ്ടാക്കുന്നയാള് അയാൾക്ക് കുടം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വേണം. മണ്ണ് വേണം, അതുണ്ടാക്കുന്നതിനുള്ള ചക്രം വേണം, അതിനോടനുബന്ധമായ ഒരുപാട് ഉപകരണങ്ങൾ വേണം. കാലം അനുകൂലമായിരിക്കണം, ദേശം അനുകൂലമായിരിക്കണം, അയാൾക്ക് ആരോഗ്യം വേണം, പല കാര്യങ്ങളും വേണം. ഇതൊന്നും ഈ കുടം ഉണ്ടാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സദാ ലഭ്യമല്ല. ലഭ്യമായാൽ തന്നെ സദാ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിലെല്ലാം പരിമിതികളുണ്ട്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പരിമിതിയില്ല. അതാണ് ഈശ്വരന്റെ ബലം എന്ന് പറയുന്നത്. വിഭവസമ്പന്നത അത് ജീവന് ഇല്ല, അതേസമയം ഈശ്വരന് അത് സദാ ഉണ്ട്. അതാണ് ഈശ്വരന്റെ ബലം. പിന്നെ പറയുന്നത് വീര്യം, തേജസ് എന്നാണ്. ജീവനെ സംബന്ധിച്ച് വരുന്ന രണ്ട് കാര്യങ്ങൾ. ഏറ്റവും വലിയൊരു ശക്തിമാനാണെന്നിരിക്കട്ടെ, അയാൾ എല്ലാത്തിനെയും കീഴടക്കും. പക്ഷെ ചിലപ്പോൾ ചിലതിനെ അയാൾക്ക് കീഴടക്കാൻ കഴിയാതെ വരും. അതാണ് ഈശ്വരന്റെ ജീവന്റെ വീര്യത്തിന്റെ പരിമിതി. അപ്പൊ സർവത്തെയും സദാ തനിക്ക് അധീനമായി നിലനിർത്തുന്നതിനുള്ള ശക്തി, അതാണ് വീര്യം. അതിന് ഒരിടത്തും ഒരു ന്യൂനതയും വരുന്നില്ല. ജീവനത് വരും. ഒരിടത്ത് അയാൾ പരാജയപ്പെടുത്തിയാൽ അടുത്ത സ്ഥലത്ത് അയാൾ പരാജയപ്പെട്ടു പോകും. അത്തരൊരു അവസ്ഥ ഈശ്വരനില്ല. അത് വീര്യം. തേജസ്, തേജസ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ വലിയ ശക്തനാണ്, പക്ഷെ ചിലയിടത്ത് ഞാൻ പരാജയപ്പെട്ടു. സ്വയം പരാജയപ്പെടുക തേജസ്സിന്റെ കുറവാണ്. ഏത് കാര്യത്തിലായാലും ശരി, ശരീര സാമർഥ്യത്തിലായാലും ശരി, വിദ്യയുടെ സാമർഥ്യത്തിലായാലും ബുദ്ധിയുടെ സാമർഥ്യത്തിലായാലും എല്ലാം ജീവന് ചില സ്ഥലങ്ങളിൽ പരാജയപ്പെടേണ്ടി വരുന്നു. മറ്റുള്ളവരെ പരാജയപ്പെടുത്തുക, സ്വയം പരാജയപ്പെടുക, ഇത് രണ്ടും ഈശ്വരനില്ല. അതായത് വീര്യവും തേജസ്സും എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ കൊണ്ടതാണ് പറയുന്നത്. ഈശ്വരന്റെ തേജസ് പൂർണ്ണമായതുകൊണ്ട് ഈശ്വരന് ഒരിക്കലും ഭംഗം, ന്യൂനത സംഭവിക്കുന്നില്ല. മറ്റൊന്നിനാലും ഈശ്വരനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. ഇതാണ് അവതാരത്തിന്റെ മഹാത്മ്യം. സദാസമ്പന്നനായിരിക്കുന്നു ഈശ്വരൻ. മനുഷ്യരൂപത്തിൽ അവതരിച്ചാലും ഇത്രയും കാര്യങ്ങൾ
അവതാരത്തിലുണ്ടായിരിക്കും. ജ്ഞാനം, ഐശ്വര്യം, ശക്തി, ബലം, വീര്യം, തേജസ്, പൂർണ്ണത. ഈശ്വരന്റേതായ ആ പൂർണ്ണത, അത് യാതൊരു തരത്തിലുള്ള പ്രാരബ്ധത്തിനും അധീനമാകാത്ത ആ പൂർണ്ണത, അതാണ് സദാസമ്പന്നമായിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ആണ് എന്ത് ചെയ്തത്? ത്രിഗുണാത്മികാം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിയും വശീകൃത്യ. അപ്പൊ മൂലപ്രകൃതിക്ക് ഓരോരോ വിശേഷണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ത്രിഗുണാത്മികാം, ത്രിഗുണാത്മികമായിരിക്കുന്ന ആ മൂലപ്രകൃതിയെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ തന്നെ മനുഷ്യനായി അവതരിച്ച് ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ അതിനെ വിലയിരുത്തുന്നത് എങ്ങനെ? ശ്രീകൃഷ്ണൻ തന്നെ എങ്ങനെ വിലയിരുത്തി? ചെല്ലു പറഞ്ഞവൻ കള്ളനാണ്, വെണ്ണ മോഷ്ടിക്കുന്നവനാണ്, ശമന്തകം മോഷ്ടിച്ചപ്പോൾ കാട്ടിപ്പോയി സ്വയം തെളിയിക്കേണ്ടി വന്നു താനല്ല മോഷ്ടിച്ചതെന്ന്. കാരണം ജനം മുഴുവൻ പറഞ്ഞപ്പോൾ അത് ഇയാളാണ് മോഷ്ടിച്ചത്. അവസാനം സ്വയം തന്നെ എന്ത് ചെയ്തു? കാട്ടിൽ പോയി ജാമ്പവാനെ കീഴ്പ്പെടുത്തി ആ സമന്തകം തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. എന്നുവെച്ചാൽ ത്രിഗുണാത്മികമായിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അധീനമായിരിക്കുന്ന മായാശക്തി, ആ മായാശക്തിയുടെ ചേഷ്ടകൾക്കനുസരിച്ച് ലോകത്തിന് നല്ലവനായും ചീത്തയായിട്ടും ദുഷ്ടനായും ശിഷ്ടനായും എല്ലാം തോന്നത്തക്ക തരത്തിലായിരിക്കും ലോക ഈശ്വരന്റെ അവതാര ലീല. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? ഈ ത്രിഗുണാത്മികമായ മായ, ആ മായയെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ലോകർക്ക് അങ്ങനെ തോന്നുന്നത്. ശിഷ്ടനായും ദുഷ്ടനായും പൂജിക്കുന്നവരും നിന്ദിക്കുന്നവരും എല്ലാം ഉണ്ട്. അതിന് കാരണം എന്തുകൊണ്ട്? അത് ഈ മായയുടെ ത്രിഗുണാത്മികത്വത്തിന്റെ വിശേഷതയാണ്. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് എന്താണ്? ത്രിഗുണാത്മികയും വൈഷ്ണവിയും. ജീവന്റെ അവിദ്യയിൽ നിന്നും അതിനുള്ള വിലക്ഷണതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വൈഷ്ണവി എന്ന് പറഞ്ഞത്. ജീവന്റെ മായ എന്ന് പറയുന്നത് എന്താണ്? അത് തമോ ബാഹുല്യമുള്ളതാണ്, തമസാണ് അവിടെ അധികം. ഈശ്വരന്റെ മായ അത് വൈഷ്ണവിയാണ്, വിഷ്ണു സ്വരൂപിണിയാണ് എന്ന് പറയുമ്പോൾ അത് സാത്വികയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് അത് ഈശ്വരനെ ബന്ധിക്കാത്തത്. ജീവന്മാരെ മോഹിപ്പിക്കുന്നു അത് തന്നെ. പക്ഷെ ഈശ്വരനെ വൈഷ്ണവി, വിഷ്ണു അതിന്റെ അധിപതിയാണ്, ഈശ്വരന്റെ അധിപതിയാണ്. അത് ജീവനിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? അത് ജീവന്റെ അധിപതിയായി മാറുന്നു. ആ വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്താണ്? വൈഷ്ണവിയും സ്വാം, അതിന്റെ മേലിലുള്ള തന്റെ സ്വാധീനത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്വേച്ഛയ്ക്കനുസരിച്ചാണത് ചരിക്കുന്നത് ആ മായാശക്തി. മായാം എന്ന അവസാനം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? അതൊരിക്കലും നിർവചിക്കാൻ കഴിയാത്തതാണ്. എല്ലാ അർത്ഥത്തിലും സത്തെന്നോ അസത്തെന്നോ നിർണയിക്കാൻ കഴിയാത്തതെന്നാണ് മായാശബ്ദത്തിന് അദ്വൈതത്തിൽ പറയുന്ന അർത്ഥം. പക്ഷെ ഈശ്വരന്റെ ഈ മായയെ സംബന്ധിച്ച് അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ. അതിന്റെ രഹസ്യം ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് വെളിപ്പെടുന്നില്ല. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ അവതാരത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം, അത്തരം കാര്യങ്ങളൊന്നും മനുഷ്യന് അതിനെക്കുറിച്ചുള്ള ഏകദേശ ജ്ഞാനം മനുഷ്യബുദ്ധിക്കുണ്ടാകുമെന്നുള്ളതല്ലാതെ ഒരിക്കലും പിടികിട്ടത്തില്ല. അവതാരത്തെ ശ്രീകൃഷ്ണനെ നമുക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായാൽ തന്നെ മറന്നുപോകും. സ്വന്തം മാതാവിന് മനസ്സിലായി ജനിച്ചപ്പോൾ തന്നെ ഇത് വിഷ്ണുവാണ്, പക്ഷെ നിമിഷം കൊണ്ടത് മറന്നുപോയി. അതാണ് ആ മായാശക്തിയുടെ പ്രത്യേകത. എതിർത്തവർക്കും അനുകൂലിച്ചവർക്കും എല്ലാം ഓരോ സമയങ്ങളിൽ മനസ്സിലായിട്ടുണ്ട്, ഉദ്ധവരെ പോലെയുള്ളവർക്ക് പോലും. പക്ഷെ വീണ്ടും അവർ മറന്നുപോകും. അങ്ങനെ മറക്കുന്നതാണ്, അല്ലെങ്കിൽ അത്തരം ഒരു മറവി ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ആവശ്യമാണ്. അവതാര ലീലയ്ക്ക് അത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് അതിനെ മായാം എന്ന് വിശേഷിപ്പിച്ചത്.
മൂലപ്രകൃതിയാണ് എന്ന് പറയുമ്പോൾ അവിദ്യയിൽ നിന്നതും വ്യത്യസ്തമാണെന്ന് കാണിക്കുകയാണ് മൂലപ്രകൃതി. അങ്ങനെ ഓരോ അതിന്റെ വിശേഷതകളും അവതാരത്തിന്റെ വിലക്ഷണതയും ജീവനിൽ നിന്നുള്ള അതിന്റെ മാഹാത്മ്യത്തെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത്രയും വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രിഗുണാത്മികാം വൈഷ്ണവീം സ്വാം മായാം മൂലപ്രകൃതിയും വശീകൃത്യ. ഈശ്വരൻ അവതരിച്ചു എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണ രൂപത്തിൽ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അടുത്ത് പറയുന്നത്. അജഹ, അജനാണ്, ജനിക്കത്തില്ല. ജനനം എന്ന് പറയുമ്പോൾ സംസാരമായി. ഈശ്വരൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരനും സംസാരിയായല്ലോ എന്ന് നമുക്ക് സംശയിക്കാം. കാരണം സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിക്കുക, ജീവിക്കുക, മരിക്കുക. ഈശ്വരനും അത് സംഭവിക്കുകയാണെങ്കിൽ, അവതരിക്കുകയാണെങ്കിൽ ഈശ്വരനും ബന്ധനസ്ഥനായല്ലോ. ജീവനും ഈശ്വരനും തമ്മിൽ എന്താ വ്യത്യാസം നിങ്ങളുടെ ശാസ്ത്രം അനുസരിച്ചെന്ന് ചോദിക്കാം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അജനാണ്. ജീവൻ ജനിക്കുന്നത് പോലെ അത് ജനിക്കുന്നില്ല. തനിക്ക് സ്വാധീനമായിരിക്കുന്ന തന്റേതായിരിക്കുന്ന മായാ ശക്തി ഉപയോഗിച്ച് അലൗകികമായ ദിവ്യമായ ഒരു ശരീരത്തെ സ്വീകരിച്ച് ലോകാനുഗ്രഹാർത്ഥം അവതാര ലീല നിർവഹിക്കുന്നു. അത് ജനനമല്ല. അവിടെ ഈശ്വരൻ അജനായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? അഭ്യഹ, ക്ഷയം, നാശം, ഇത് രണ്ടും സംഭവിക്കുന്നില്ല. ശ്രീകൃഷ്ണനെ ബന്ധിക്കാൻ നോക്കി, കഴിഞ്ഞില്ല. ആ ശരീരത്തിന് പോലും എന്താണ്? അത് അവ്യയമായിരിക്കുന്നു. ക്ഷയനാശങ്ങൾ മനുഷ്യ ശരീരത്തിന് സംഭവിക്കുന്നത് പോലെ സംഭവിക്കുന്നില്ല. അവസാനം വേടൻ അമ്പ ചെയ്ത് കൊന്നു, അതൊക്കെ ശരി. പക്ഷേ അത് അവ്യയമായി തന്നെ ഇരിക്കുന്നു. അജനും അവ്യയനായും തന്നെ ഇരിക്കുന്നു ഭഗവാൻ. ഭൂതാനാം ഈശ്വര, സർവപ്രാണികൾക്കും സർവഭൂതങ്ങൾക്കും ഈശ്വരനായി തന്നെ ഇരിക്കുന്നു. നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനായിരിക്കുന്നു. എല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈശ്വരന്റെ നിത്യത്വം എന്താണ്? അത് കാര്യരൂപത്തിൽ ഇരിക്കാതിരിക്കുക, അതിന് കാര്യഭാവം വരാതിരിക്കുക. അതാണ് അതിന്റെ നിത്യത. കാര്യഭാവം എന്നത് അത് നശിച്ചുപോകും. അതുകൊണ്ട് പറഞ്ഞാൽ അത് നിത്യനായിരിക്കുന്നു, അത് ശുദ്ധനായിരിക്കുന്നു, ബുദ്ധനായിരിക്കുന്നു, മുക്തനായിരിക്കുന്നു. അങ്ങനെയുള്ള സ്വഭാവത്തോടുകൂടിയിരിക്കുന്ന ഈശ്വരൻ സ്വമായ, ഈ മുൻ പറഞ്ഞ മായ കൊണ്ട് ദേഹവാനിവ, ദേഹം ഉള്ളവനെന്നത് പോലെ എന്നാണ്. അത് ഗീതയിൽ തന്നെ പറയും, ഞാൻ അജനാണ്, പക്ഷെ എന്നെ ജനിച്ചവനായി മറ്റുള്ളവർ കൽപ്പിക്കുകയാണ്, ഞാൻ ജനിച്ചിട്ടില്ല. അവനോട് പറയുന്നത് ദേഹവാനിവ ജാതയിവ, ദേവകിയുടെ പുത്രനായി ജനിച്ചു എന്ന് ലോകാനുഗ്രഹം കുർവൻ ഇവ, ലോകാനുഗ്രഹം ചെയ്യുന്നു, അവതാരകൃത്യങ്ങൾ ചെയ്യുന്നു എന്നെല്ലാം അതുപോലെ. വാസ്തവത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിരിക്കുന്ന ഈശ്വരനിൽ ഇത്തരം കൃത്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ അതെല്ലാം സംഭവിക്കുന്നത് പോലെ ലക്ഷ്യതയെ കാണപ്പെടുന്നു, ജീവന്മാരാൽ കാണപ്പെടുന്നു. ജീവന്മാരതൊക്കെ കാണുകയാണ്. വാസ്തവത്തിൽ ഭഗവാനിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല, അവതരിച്ചിട്ടില്ല എന്നാണ്. അവതാരത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ട് അവസാനം കൊണ്ട് അവസാനിപ്പിക്കുന്നത് എന്താണ്? അവതാരമേ സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അവതരിച്ചതായി നമുക്ക് അനുഭവപ്പെടുന്നു, ലക്ഷ്യതയെ കാണപ്പെടുന്നു. ആർക്ക്? ജീവന്മാർക്ക് കാണപ്പെടുന്നു. വാസ്തവത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവതാരം എന്ന് പറയുന്നത് എന്താണ്? അദ്വൈത മതമനുസരിച്ച് അവതാരം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇവിടെ സമാധാനം പറഞ്ഞിരിക്കുകയാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ. അങ്ങനെയുള്ള ഭഗവാൻ ധർമ്മത്തിന് അധപ്പതനം ഉണ്ടായപ്പോൾ വീണ്ടും ധർമ്മസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ചു. വിവിധ ധർമ്മങ്ങളെ, പ്രവൃത്തി മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും ഉപദേശിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞ് നിർത്തിയത്. ഓം
പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.